ഒന്നുകിൽ തങ്കച്ചൻ പ്രസംഗിക്കുകയാണെങ്കിൽ ഞാനത് ഏറ്റുപറയും, ഞാൻ പ്രസംഗിക്കുമ്പോൾ തങ്കച്ചൻ ഏറ്റുപറയും. ഇങ്ങനെ ഒരു യാത്ര ഞങ്ങൾ എടമണ്ണ് വഴി, പുനലൂരിൽ നിന്ന് എടമണ്ണ് വഴി തെന്മലയ്ക്ക് പോയി. ഓരോ കവലയിൽ നിന്നും മീറ്റിംഗ് ഞങ്ങൾ സുവിശേഷം അറിയിച്ചു കഴിഞ്ഞിട്ട് ട്രാക്റ്റൊക്കെ കൊടുത്തിട്ട് ബസ് വരുമ്പോൾ ബസ്സിൽ കയറി അടുത്ത ചുരുങ്ങിയ കിലോമീറ്റർ അപ്പുറത്ത് വീണ്ടും ഇറങ്ങി അവിടെ വചനം പറയും, സുവിശേഷം പ്രസംഗിക്കും. ഞങ്ങളുടെ ജീവിതം ഒരു ആവേശമായിരുന്നു അത്. ഇങ്ങനെ തെന്മലയ്ക്ക് പോവുകയാണ്. ആ തെന്മലയിൽ പല ഇടയ്ക്കുള്ള സ്ഥലങ്ങളിൽ ശുശ്രൂഷിച്ച് തെന്മല വരെ എത്തി. അപ്പോൾ എൻ്റെ ധാരണ തങ്കച്ചൻ്റെ കയ്യിലോ രാജൻ്റെ കയ്യിലോ കാശുണ്ടാവുമെന്നാണ്. എൻ്റെ കയ്യിലെ പണം തീർന്നു. അവരുടെ ധാരണ എൻ്റെ കയ്യിലുണ്ടായിരിക്കുമെന്ന്. ചുരുക്കത്തിൽ ഞങ്ങളുടെ 3 പേരുടെയും പക്കൽ കാശില്ല. തിരിച്ചെങ്ങനെ വരും? രാജൻ്റെ കയ്യിൽ ചില ചില്ലറ നാണയങ്ങളുണ്ടായിരുന്നു. അത് കൊടുത്ത് ഞങ്ങൾ ഇടമണ്ണെന്ന് പറഞ്ഞ സ്ഥലത്ത് തിരിച്ചിറങ്ങി. അവിടുന്ന് പുനലൂരേക്ക് പോരാൻ ഞങ്ങളുടെ കയ്യിൽ കാശില്ല. ഞങ്ങൾ തീരുമാനിച്ചു, നടക്കാം എന്ന് തീരുമാനിച്ചു. ഒരു കാപ്പിക്കടയിൽ കയറി, ഒരു ചായക്കടയിൽ കയറി ചൂടുവെള്ളം വാങ്ങി. അപ്പോഴത്തേക്കും ഇരുട്ടി, രാത്രിയായി. ചൂടുവെള്ളം വാങ്ങിച്ചു കുടിച്ച്, കാപ്പിയോ ചായയോ കുടിക്കാൻ കൈ കാശില്ല. ഞങ്ങൾ നടക്കുകയാണ്. കുറേ ഇങ്ങോട്ട് വന്നപ്പോൾ ഈ വൈത്തങ്കച്ചനെ പരിചയമുള്ള ഒരു ട്യൂട്ടോറിയൽ കോളേജ് അധ്യാപകൻ, അദ്ദേഹം ചോദിച്ചു, എന്താ നിങ്ങൾ ഈ അസമയത്ത് ഇങ്ങനെ നടന്നു പോകുന്നത്? തങ്കച്ചൻ പറഞ്ഞു, സാറേ അത് പറയാൻ ഞങ്ങൾക്ക് ലജ്ജയുണ്ട്, അത് പറയാൻ പാടില്ലാത്തതാണ്, സാഹചര്യം ഇദ്ദേഹം പറഞ്ഞു. ചുരുക്കത്തിൽ പറയട്ടെ, ആ മനുഷ്യൻ ഞങ്ങൾക്ക് 3 പേർക്ക് ഞങ്ങളുടെ വീടുകളിൽ എത്താനുള്ള യാത്രാക്കൂലി തരികയും ഞങ്ങൾക്ക് അവിടെ നിന്ന് ചായ വാങ്ങിച്ചു തന്നാണ് ഞങ്ങളെ യാത്ര അയച്ചത്. 10 മണിക്ക് നരിക്കൽ ജംഗ്ഷനിൽ എത്തുന്ന ഒരു ബസ്സുണ്ട്. അതിലാണ് ഞാനും തങ്കച്ചനും വന്ന് ഈ ജംഗ്ഷനിൽ ഇറങ്ങുന്നത്. അപ്പോൾ കാണുന്ന കാഴ്ച, ഒരു റാന്തൽ വിളക്കുമായി എൻ്റെ പിതാവ് എന്നെ തേടി വന്ന ജംഗ്ഷനിൽ ഇരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ബഹുദൂരം നടന്നും വിയർത്തും ക്ഷീണിച്ചും ഒക്കെ കർത്താവിൻ്റെ സുവിശേഷം, നിങ്ങൾ ഓർക്കണം, അന്ന് ഒരു മൈക്ക് പോലും ലഭ്യമല്ലാത്ത കാലഘട്ടത്തിൽ സുവിശേഷത്തോടുള്ള ആർത്തി നിമിത്തം കർത്താവിന് വേണ്ടി അധ്വാനിച്ച കാലഘട്ടങ്ങളാണ് ഞാൻ പറഞ്ഞത്.